ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ തൊക്കണം. ദൈവം ഒരുക്കി വലിയേറിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ചെറിയ ചിന്ത ഷെയർ ചെയ്യുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അതിനാധാരമായി നമുക്കൊരു ദൈവവചനം വായിക്കാം. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യയിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സെഫന്യ 3:17 നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യയിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം രക്ഷിക്കുന്ന വീരനായ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുക. ഇതൊരു വാഗ്ദത്ത വചനമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദൈനംദിന ജീവിതത്തിൽ നമ്മളെല്ലാവരും പല മേഖലകളിലും പല നിലയിലുള്ള വെല്ലുവിളികളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരാണ്. അത് ഒരുപക്ഷെ ജോലി സംബന്ധമാകാം, ആരോഗ്യമാകാം, തലമുറയെക്കുറിച്ചുള്ള കാര്യങ്ങളാകാം, ഒരു വീട് വേണമെന്നുള്ള ആഗ്രഹമാകാം, അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന് എനിക്കൊരു വിടുതൽ ലഭിക്കും എന്നുള്ള ആകുലതയിലൊക്കെ ജീവിക്കുന്നവരാണ് പല ആളുകളും. അത് ഇന്ന ദേശമൊന്നൊന്നുമില്ല, എല്ലാവർക്കും ഈ പോലുള്ള ആകുലതകൾ പല നിലയിലുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നമുക്ക് ദൈവവചനം വലിയൊരു പ്രോമിസ് തരികയാണ്. ആ വലിയ പ്രോമിസ് ആണിപ്പോൾ നമ്മൾ വായിച്ച് കേട്ടത്. എൻ്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നമ്മുടെ മധ്യേ ഇരിക്കുന്നു. ആ ദൈവത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ടോ, പ്രത്യാശയുണ്ടോ, ആശ്രയമുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായ ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം സഹായഹസ്തവുമായി നിൽക്കുകയാണ്. ദൈവത്തോട് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രതിസന്ധി പകരുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. അതിന് ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. ദൈവം അതിന് സർവശക്തനായ ദൈവമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതായിക്കോട്ടെ, എത്ര ദൈർഘ്യം അതിന് പഴക്കം ചെന്നതായിക്കോട്ടെ, എത്രത്തോളം അത് ആഴമേറിയതായിക്കോട്ടെ, എന്നാൽ ഇന്ന് നിങ്ങളോട് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ ദൈവം വലിയവനാണ്. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ ദൈവം വലിയവനാണ്. അതേതുമായിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ കൈ കുറുതായി പോയിട്ടില്ല. ദൈവത്തിന് അതിൽ നിങ്ങളെ രക്ഷിച്ചെടുക്കാൻ കഴിയാതെ വണ്ണം ഒരു സിറ്റുവേഷനില്ല. നമ്മൾ കർത്താവിൽ സമർപ്പിക്കുകയും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്താൽ അവിടുന്ന് നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും, അനേകരും പല പ്രതിസന്ധികളൊക്കെ നടുവിൽ നിൽക്കാൻ കഴിയാതെ പ്രതീക്ഷയില്ലാത്തവരായി അവർ ആവശ്യത്തിനൊക്കെ മുമ്പിൽ നശിച്ചു പോവുകയും പട്ടുപോവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന കാഴ്ചകളാണ്. എന്നാൽ അതുപോലെ പ്രതീക്ഷയില്ലാത്തവരായി, പ്രത്യാശയില്ലാത്തവരായി നശിച്ചു പോകാൻ ദൈവം നമ്മളെക്കുറിച്ച് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കർത്താവിനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ദൈവത്തിലെ ആശ്രയിക്കാൻ നമ്മൾ മനസ്സ് വെച്ചാൽ നിശ്ചയമായി അവിടെ നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണെന്ന് ദൈവവചനം നമ്മളോട് ആഴമേറി സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ദൈവത്തിന് നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവിക സന്ദേശം തന്നെയാണ്. ആശ്രയിക്കാൻ നമ്മൾ തയ്യാറായാൽ, കർത്താവിൽ പ്രതീക്ഷ വെക്കാൻ തയ്യാറായാൽ, പ്രതീക്ഷയില്ലാത്ത ലോകത്ത്, പ്രത്യേകിച്ച് ഒരു ഗ്യാരണ്ടി ആർക്കും പറയാൻ കഴിയാത്ത ലോകത്ത് എനിക്ക് പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കാനും ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയും ആ ദൈവം, ആ നല്ല കർത്താവ്, ആ യേശു കർത്താവ് എന്നെ ഈ പ്രതിസന്ധി വിടുവിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, എത്ര വലിയ പ്രതിസന്ധിയാണ് നമ്മൾ നേരിടുന്നെങ്കിലും, ഏതൊക്കെ ഏരിയകളിലാണെങ്കിലും അതിൽ നിന്ന് വിടുവിച്ചെടുത്ത് നമ്മളെ സ്ഥിരതയോടെ നിർത്തുവാനും അനുഗ്രഹിച്ചു മുന്നോട്ട് വിടുവാനും ദൈവത്തിന് കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. രക്ഷിക്കാൻ ദൈവം തയ്യാറാണ്. എന്നാൽ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകണം. സമർപ്പിക്കുവാൻ, കർത്താവിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൻ്റെ അരികിൽ വരുന്നവനൊക്കെയും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം അതിനങ്ങനെയാണ് പറയുന്നത്. ദൈവം നമ്മളെ വിടുവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ വിശ്വാസം നമ്മളിൽ നിന്ന് വരേണ്ടതാണ്. ഈ സമർപ്പണം നമ്മളിൽ നിന്ന് വരേണ്ടതാണ്. ദൈവത്തോട് സഹകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായിരിക്കും. അതിനായി നിങ്ങളുടെ ഹൃദയ കവാടങ്ങളെ ദൈവം തുറക്കട്ടെ. അതിനായി നമുക്ക് തയ്യാറാകാം. അതിനുവേണ്ടി നമ്മുടെ മനസ്സിൻ്റെ നല്ല നിലങ്ങളെ നമുക്ക് ദൈവത്തിനു വേണ്ടി ഒരുക്കി കൊടുക്കുക. അങ്ങനെയെങ്കിൽ
നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്നവർ പലവിധമായ പ്രശ്നങ്ങളിലൂടെ, പ്രതികൂലങ്ങളുടെയോ രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ നിരാശപ്പെടേണ്ട. കാരണം രക്ഷിക്കുന്ന ഒരു വീരനായ ദൈവം, രക്ഷിക്കുന്ന, വിടുവിച്ചെടുക്കുന്ന ഒരു വീരനായ ദൈവം നമ്മുടെ മധ്യമുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുകയും ആ നല്ല കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അതിനായി നമുക്ക് സമർപ്പിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി രക്ഷിക്കുന്ന വീരനായി അവിടെ ഞങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ വചനം അവരുടെ ജീവിതത്തിൽ വിടുതലായി അങ്ങയുടെ വീര്യമുള്ള ഭുജം അവർക്ക് വെളിപ്പെട്ട് വരുവാൻ തക്കൊണ്ട് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവി അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ ദൈവം നല്ലപോലെ അറിയുന്നു. മാനുഷികമായി പലപ്പോഴും ഞങ്ങൾക്കതിന് പരിഹാരമില്ലെന്നാൽ ദൈവത്തിന് നീക്കുപോക്കുകളുണ്ട്, ദൈവത്തിന് പരിഹാരമുണ്ട്. ദൈവത്തിന് രക്ഷിച്ചെടുക്കുവാൻ അറിയാം. ഞങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതായാലും അതിനേക്കാൾ വലിയവനായ ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം എനിക്കും കേൾക്കുന്നവർക്കും ഓരോരുത്തർക്കും അനുഗ്രഹമായി ദൈവനാമം മഹത്വമായി തീർക്കണമേ. പ്രാർത്ഥനയെ അതിനെയും കേട്ടതിനായി സ്തോത്രം. യേശു മൂലം സ്വർഗ്ഗ നല്ല പിതാവേ, ആമേൻ. നിശ്ചയമായും നമ്മൾ എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ നിരാശപ്പെടുത്താതെ ദൈവം നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നാണ് ദൈവജനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് പ്രതീക്ഷ വെക്കുന്ന ആരും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. God has its own time, God has its own way, his own way to do things. അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless you.